بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين ما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഈ മാസത്തിൽ അവനിലേക്ക് അടുക്കുവാനും അവൻ്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും പല വസ്തുക്കളെയും അല്ലാഹു ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പവിത്രമായ രാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് രാജ്യങ്ങളെക്കാളും ശ്രേഷ്ഠമാക്കി. എന്തുകൊണ്ടാണത്? ആ രാജ്യത്തിൻ്റെ, ആ നാടിൻ്റെ പവിത്രത വർദ്ധിച്ചത് കൊണ്ടാണ്, പവിത്രത കൂടുതലുള്ളത് കൊണ്ടാണ്. ഉദാഹരണമായിട്ട് ഒരു പവിത്രമായ നാട് അത് മക്കയും മദീനയുമാണ്. അതിന് ഹുർമത്ത്, അതിൻ്റെ പവിത്രത ധാരാളമുണ്ട്. അതുകൊണ്ടാണ് മറ്റു നാടുകളെക്കാളും അതിന് ശ്രേഷ്ഠത ഉള്ളത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമുഅ ദിനത്തെ വേർതിരിച്ചു മറ്റ് ദിവസങ്ങളെ തൊട്ട്. എന്താണ്? ജുമുഅ ദിവസത്തിൻ്റെ പവിത്രത കൂടുതലാണ് മറ്റു ദിവസങ്ങളെക്കാൾ. അറഫ ദിവസത്തെ മറ്റു ദിവസങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചു. എന്താ? പ്രത്യേകമായ ആരാധനകൾ, ഇബാദത്തുകളുള്ള ദിനമാണ് അറഫ ദിനം. അതുകൊണ്ടാണ് അല്ലാഹു തആല മറ്റു ദിവസങ്ങളെക്കാളും വ്യത്യസ്തമാക്കിയത്, വേർതിരിച്ചത്, ശ്രേഷ്ഠത നൽകിയത്. അതുപോലെ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കി. കാരണം എന്താണ്? മറ്റു മാസങ്ങളെക്കാളും ആ പരിശുദ്ധമായ റമളാൻ മാസത്തിന് പവിത്രതയുണ്ട്, ധാരാളമുണ്ട്. അതെന്താണ്? നോമ്പ് നിർബന്ധമാണ്. നിർബന്ധമായ നോമ്പ് പരിശുദ്ധമായ റമളാനിൽ മാത്രമാണ്. ദിവസത്തിൽ തന്നെ ചില സമയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കി വേർതിരിച്ചു, ശ്രേഷ്ഠത നൽകി. എന്താ? ആ സമയങ്ങളിൽ നിസ്കാരം നിർബന്ധമായതുകൊണ്ട്. ഇപ്പോൾ ളുഹറിന്റെ സമയത്ത് നിസ്കാരം നിർബന്ധമാണ്, ആ സമയത്താണ്. അതിനു മുമ്പ് നിസ്കാരം നിർബന്ധമില്ല. അപ്പം അതിനു മുമ്പുള്ള സമയത്തേക്കാളും ളുഹറിന് എന്താണ്? ആ സമയത്തിന് ശ്രേഷ്ഠത ഉണ്ട്. ഇങ്ങനെ ഓരോ നമസ്കാരങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ആ സമയങ്ങൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത നൽകി. ചില രാത്രികൾക്ക് അല്ലാഹു തആല മറ്റു രാത്രികളെക്കാളും വേർതിരിച്ചു. എന്താ? ഉദാഹരണമായിട്ട് ലൈലത്തുൽ ഖദ്ർ, ആ രാത്രിക്ക് മറ്റു രാത്രികളെക്കാളും ശ്രേഷ്ഠതയാണ്. കാരണം 1000 മാസത്തേക്കാൾ ഉത്കൃഷ്ടമായ രാവാണത്. അതുപോലെ ചില വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു വ്യക്തികളെക്കാളും, ജനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠ നൽകി, പ്രത്യേകത നൽകി. എന്താ കാരണം? പ്രവാചകത്വം കൊടുത്തുകൊണ്ടാണ് അല്ലാഹു തആല അവർക്ക് ശ്രേഷ്ഠത നൽകിയത്. അവർക്ക് പ്രവാചകത്വം കൊടുത്തു, റിസാലത്ത് കൊടുത്തു, മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠത നൽകി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല വ്യക്തികളെയും, പല നാടുകളെയും, മാസങ്ങളെയും, ആഴ്ചകളെയും, ദിവസങ്ങളെയും, സമയങ്ങളെയും എല്ലാം മറ്റുള്ളവയെക്കാളും വേർതിരിച്ച് വ്യത്യസ്തമാക്കി ശ്രേഷ്ഠത നൽകി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, സൂറത്ത് തൗബയിൽ തന്നെ, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തിൽ അല്ലാഹു തആല 12 മാസങ്ങളെ നിശ്ചയിച്ചു. അന്ന് മുതലേ 12 മാസങ്ങൾ നിശ്ചയിച്ചു. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ പെട്ടതാണ് പവിത്രമായ 4 മാസങ്ങൾ. ഒന്ന് റജബാൻ, മറ്റ് 3 മാസങ്ങൾ തുടർച്ചയായിട്ടുള്ള മാസമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇങ്ങനെ 4 പവിത്രമായ മാസങ്ങളുണ്ട് ഈ 12 മാസങ്ങളിൽ. അർബഅത്തുൻ ഹുറും, 4 ഹുറുമായ പവിത്രതയുള്ള മാസങ്ങൾ. വമഅനൽ ഹുറും, എന്താണ് ഹുറും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അന്നൽ മഅസിയത ഫീഹാ, ഈ പവിത്രമായ ഈ 4 മാസങ്ങളിൽ ഉള്ള പാപങ്ങൾ അശദ്ദു ഇഖാബൻ, വലിയ ശിക്ഷയുള്ള പാപമാണ്. ഈ പവിത്രമായ 4 മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൂടുതലാണ്, ഗൗരവം കൂടുതലാണ്. വത്താഅതു ഫീഹാ,
ഈ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ പവിത്രമായ 4 മാസങ്ങളിലുള്ള സൽപ്രവർത്തനങ്ങൾക്കോ അക്തറ സവാബൻ, പ്രതിഫലങ്ങൾ കൂടുതലാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അതാ ഹുറും, അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലം കൂടുതലും ചെയ്യുന്ന തിന്മകൾക്ക് ശിക്ഷ കൂടുതലും. അങ്ങനെയുള്ള മാസമാണ് ഈ റജബ് മാസം. ആ 4 പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ യഹ്യ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, ഒരു വർഷത്തിൽ അതിമഹത്തായ 15 രാവുകളുണ്ട്. 15 രാവുകളുണ്ട്. ആ രാവുകളിൽ ഇബാദത്തുകളെ കൊണ്ട് ആ രാവുകളെ സജീവമാക്കല് ശക്തമായ സുന്നത്താണ്. 15 രാവുകൾ. 1 മുഹറം മാസത്തിലെ ആദ്യത്തെ രാവ്, 2 മുഹറം 9-ന്റെ രാവ്, 3 റജബിലെ 1-ാമത്തെ രാവ്, 4 റജബിലെ 15-ാം രാവ്, 5 റജബിലെ 27-ാം രാവ്, 6 ശഅബാൻ 15-ാം രാവ്, ബറാഅത്ത് രാവ്. റജബിലെ 27-ാം രാവ് എന്ന് പറയുന്നത് മിഅ്റാജ് രാവ്, 6-ാമത്തെ ശഅബാൻ 15-ാം രാവ് എന്ന് പറയുന്നത് ബറാഅത്ത് രാവ്, 7 റമദാൻ 17-ാം രാവ്, 8 റമദാൻ 21-ാം രാവ്, 9 23-ാം രാവ്, 10 25-ാം രാവ്, 11 27-ാം രാവ്, 12 29-ാം രാവ്, 13-ാമത്തെ രാവ് ചെറിയ പെരുന്നാൾ രാവ്, 14 അറഫ രാവ്, ദുൽഹജ്ജ് 9-ന്റെ രാവ്, 15 വലിയ പെരുന്നാൾ രാവ്. ഇങ്ങനെ 15 രാവുകൾ വർഷത്തിൽ അതിമഹത്തായ രാവുകളാണ്. ആ രാവുകളിൽ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കൽ ഗൗരവമേറിയ ശക്തമായ സുന്നത്തുള്ള രാവുകളാണ്. ഈ റജബ് മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ സ്വാമ യൗമൻ മിൻ അശ്ഹുരിൽ ഹുറുമി അശ്ഹുരില്ലാഹിൽ ഹുറും, അല്ലാഹു പവിത്രമാക്കിയ ഈ 4 മാസങ്ങളിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ കാന ലഹു ബികുല്ലി യൗമിൻ 30 യൗമൻ, ഓരോ ദിവസത്തിനും 30 ദിവസത്തെ പ്രതിഫലമാണ്, നോമ്പിന്റെ പ്രതിഫലമാണ്. തഫ്സീർ റാസിയിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബിൽ ധാരാളം നോമ്പ് നോറ്റതായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും. അതാണ് റജബിൽ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുന്ന വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞത് എന്താണ്? റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസം. ശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസം. റമദാനു ഷഹ്റു ഉമ്മത്തി, റമദാൻ എന്റെ സമുദായത്തിന്റെ മാസം. അപ്പം റജബ് അല്ലാഹുവിന്റെ മാസമാണ്, പവിത്രമായ മാസമാണ്. അപ്പൊ സമുദായത്തിന് മറ്റു സമുദായങ്ങളെക്കാൾ ഉള്ള ശ്രേഷ്ഠത പോലെയാണ് റജബ് മാസത്തിന് മറ്റു മാസങ്ങളെക്കാൾ ഉള്ള ശ്രേഷ്ഠത. സമുദായം, പ്രവാചകന്റെ സമുദായത്തിന് മറ്റു സമുദായങ്ങളെക്കാളും ശ്രേഷ്ഠത കൂടുതലാണ്. അതുപോലെ റജബ് മാസത്തിന് മറ്റു മാസങ്ങളെക്കാളും ശ്രേഷ്ഠത കൂടുതലാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ ദഖല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബുൻ, റജബ് പ്രവേശിച്ചാൽ നബി തങ്ങൾ ഖാല പറയുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിഞ്ഞു തരണേ, ഫി റജബിൻ വശഅബാൻ, റജബിലും ശഅബാനിലും, വബല്ലിഗ്നാ റമദാൻ, റമദാൻ വരെ ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. വബല്ലിഗ്നാ റമദാൻ തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വബല്ലിഗ്നാ റമദാൻ എന്ന ഹദീസുണ്ട്. മറ്റ് ഹദീസുകളിൽ, റിപ്പോർട്ടുകളിൽ വബല്ലിഗ്നാ ഷഹ്റ റമദാൻ എന്നുണ്ട്. വബല്ലിഗ്നാ റമദാന എന്ന് പറഞ്ഞാലും വബല്ലിഗ്നാ ഷഹ്റ റമദാൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. പ്രാർത്ഥന റജബിലും ശഅബാനിലും എല്ലാം നാം അധികരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ റജബ് മാസം മഹത്തുക്കൾ മനസ്സിലാക്കി തരുന്നു, ഷഹ്റു റജബിൻ ഷഹ്റുൻ ലിസ്സറഅ്, കൃഷി ചെയ്യാനുള്ള വിത്തുകൾ മുളപ്പിക്കാനുള്ള, കുഴിച്ചിടാനുള്ള മാസമാണ് റജബ് മാസം. ശഅബാനു ഷഹ്റു സഖി ലിസ്സറഅ്, കൃഷിക്ക് വെള്ളം നനയ്ക്കാനുള്ള മാസമാണ് ശഅബാൻ മാസം. റമദാനു ഷഹ്റു ഹസാദി സറഇ, കൃഷികളൊക്കെ അതിന്റെ വിളവുകൾ കൊയ്തെടുക്കേണ്ട മാസമാണ് റമദാൻ മാസം. അപ്പോൾ പവിത്രമായ മാസങ്ങളിൽ നമ്മൾ സൽക്രമങ്ങൾ അധികരിപ്പിക്കണം, തിന്മകൾ കുറക്കണം. സൽക്രമങ്ങൾ അധികരിപ്പിച്ചാൽ പ്രതിഫലം കൂടുതലാണ്.
തിന്മകൾ അധികരിപ്പിച്ചാൽ ശിക്ഷയും കൂടുതലാണ്. അതുകൊണ്ട് ഈ റജബിന്റെ 1/3 ഭാഗം കഴിഞ്ഞു കിടക്കുകയാണ്. ബാക്കി അവശേഷിക്കുന്ന ദിവസങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാകരുത്. വിശിഷ്യ ന്യൂ ഇയർ ആഘോഷം അതിന് വിട്ട് കിടക്കുമ്പോൾ റജബ് മാസമാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും പൊരുത്തമില്ലാത്ത ശാപത്തിനും കോപത്തിനും വിധേയമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇത്യാദി ആഘോഷങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടാൽ നമ്മൾ ആഖിറത്തിൽ ചെല്ലുമ്പോൾ കൈകടിക്കേണ്ടി വരും. ഈ മഹത്തായ മാസങ്ങളിൽ അള്ളാഹ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ സൂറത്തിന്റെ ആയത്തിന്റെ അവസാനം 4 മിൻഹാ 4 ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ മഹത്തായ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോകരുത്, അക്രമം ചെയ്തു പോകരുത്. മറ്റു മാസങ്ങളിൽ ചെയ്യാമെന്ന അർത്ഥമല്ല. മറ്റു മാസങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ കിട്ടുന്ന ശിക്ഷയേക്കാൾ കൂടുതലായിരിക്കും ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക്. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ ഈ മാസത്തിൽ നന്മകൾ ചെയ്താൽ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഈ മാസങ്ങളിൽ തെറ്റ് അധികരിപ്പിക്കരുത്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം മഹാനായ പ്രവാചകന്റെ ഉമ്മത്താണ്. നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം ഒരു കാമ്പൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ വൃത്തത്തിന്റെ ഉള്ളിൽ, ആ കാമ്പൗണ്ടിന്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോഴേ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് കിട്ടൂ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊരുത്തം നമുക്ക് കിട്ടുകയുള്ളൂ. നാളെ പരലോകത്ത് നമുക്ക് അള്ളാഹു തആല പ്രവാചകനിലൂടെ വാഗ്ദാനം ചെയ്ത നന്മകൾ കൊയ്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല റജബിനെ ആദരിച്ചുകൊണ്ട് വരാൻ പോകുന്ന ശഅബാൻ മാസത്തെയും റമദാൻ മാസത്തെയും വരവേൽക്കാൻ വേണ്ടി നാം തയ്യാറാകേണ്ട മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുണ്ടോ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ അല്ലാഹു തആല പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും ആരെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.